ലോകത്ത് എവിടെയും ഇന്ന് കാണുന്ന അങ്ങനെ മനുഷ്യനെ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ തനിക്ക് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുക, കീഴ്പ്പെടുത്തുക. അവരെ കീഴ്പ്പെടുത്തിയതിന് ശേഷം എനിക്ക് വിജയിക്കണം, വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവനുദ്ദേശിക്കുന്ന ആൾക്കാർക്കും അവരുടെ ഇടയിലൊരു കേമനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല രാജാക്കന്മാരും പല ആൾക്കാരും പലതും ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ അവർക്കാർക്കും തന്നെ പിന്നീട് അത് ആസ്വദിക്കാനും അതിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങാനും കഴിഞ്ഞില്ല. അവരുടെ അടുത്തുള്ളവർ തന്നെ അവരുടെ ശത്രുക്കളെ കാണുകയും അവർ തന്നെ അവരെ നശിപ്പിക്കുകയും അങ്ങനെ അത് എല്ലാം ഒന്നിനും കൊള്ളരുതാത്ത രീതിയിലായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ചിത്രം. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും, ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ജനാധിപത്യത്തിൻ്റെ പേര് രൂപം കൊള്ളുന്നതൊക്കെ തന്നെ ജനങ്ങളുടെ ആധിപത്യമല്ല, ഏതാനും ജനങ്ങളുടെ മേൽക്കോയ്മ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട നിർഭാഗ്യവന്മാരായ ആൾക്കാരാണ് ഈ രാജ്യങ്ങളിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം.